ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമുക്ക് ഇനി ക്രിസ്മസ് എക്സാമിലേക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. സോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഓണം എക്സാമിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി വരുന്ന എക്സാമിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വലിയ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അതിനുള്ളൊരു വലിയൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, സൈലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് നിങ്ങൾക്ക് അവിടെ കാണാം. അതാണ് നമ്മുടെ പ്രിയപ്പെട്ടിട്ടുള്ള വജ്ര ബാച്ച്. അപ്പോൾ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് വജ്ര ബാച്ച് ഉള്ളത്. സോ വജ്ര ബാച്ചിനകത്ത് ഇപ്പോഴാണെങ്കിൽ വിദ്യാരംഭത്തിൻ്റെ ഒക്കെ വലിയ ഓഫറുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഏകദേശം ഒരു 15% ഓഫ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫീ ഒക്കെ വളരെ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ആപ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഈ കാണുന്ന നമ്പർ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ വിളിക്കാം. 9995400800 എന്ന് പറഞ്ഞ നമ്പറിൽ എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്യണം. സോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ 7th ചാപ്റ്റർ ഉണ്ടല്ലോ, ഭൂഖണ്ഡങ്ങളിലൂടെ അല്ലെങ്കിൽ ത്രൂ ദ കോണ്ടിനെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ചാപ്റ്ററിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ നോക്ക്, ഫോളോയിങ് ദ കുറച്ച് പിക്ചേഴ്സ് അവിടെ തരികയാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഫോളോയിങ് ആർ ദ പിക്ചേഴ്സ് ഓഫ് certain geographical features that found in Asia. Observe the pictures, find out which landforms category they belong to and write them. മകളെ, പ്രധാനമായിട്ട് നിങ്ങൾക്ക് അവിടെ പ്രധാനമായിട്ട് ചോദിക്കുന്നുണ്ട്, ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇത് മക്കൾ നിങ്ങൾ നോക്കിയാൽ കുറേ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി സവിശേഷതകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഏത് പ്രധാനപ്പെട്ട ലാൻഡ് ഫോം കാറ്റഗറിയിലാണ് പെടുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭൂവിഭാഗത്തിലാണ് പെടുക എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അവിടെ കാണാം, ഫസ്റ്റ് തന്നെ ഹിമാലയമാണ്. അപ്പോൾ ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിമാലയം എന്താണ്, നമ്മളത് നോക്കണം. ആ ഒരു ലാൻഡ് ഫോം എന്താണ്, ആ ഭൂപ്രകൃതി വിഭാഗം എന്താണ്. മഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ താർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഓരോന്നും എന്താണെന്നുള്ളത് കൊടുക്കണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ലഡാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കോൾഡ് ഡെസേർട്ട് ആണെന്ന് പറയുന്നുണ്ട്. ലഡാക്ക് എന്ന് പറഞ്ഞാൽ കോൾഡ് ഡെസേർട്ട് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഗാങ്സി അത് വാലി ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുപോലെ ഡെക്കാൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, പ്ലാറ്റു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഹിമാലയ എന്താണ്, മഞ്ചൂറിയൻ എന്താണ്, ഈ പറഞ്ഞ താർ എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പറയേണ്ടതുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസിനെ കുറിച്ചാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ലാൻഡ് ഫോം ആണ് ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമി. എന്താണ് എല്ലാവർക്കും അറിയുന്നതാണ്, മരുഭൂമി എന്ന് പറയുന്ന സ്ഥലമൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ, വളരെ ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമാണ് അല്ലേ. പ്രധാനമായിട്ടും ഈ പറയുന്ന അറേബ്യൻ ഡെസേർട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഗൾഫ് കൺട്രീസ് ഒക്കെ തന്നെ എന്തുണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് എന്തുണ്ട്, താർ ഡെസേർട്ട് അറിയാം അല്ലേ. ഇതൊക്കെ മക്കൾക്ക് അറിയാം. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അപ്പോൾ നോക്കാം, ഡെസേർട്ട് ആർ ദ റീജൻസ് വിത്ത് വെരി ലോ റെയിൻഫാൾ ആൻഡ് വാസ്റ്റ് അറേഡ് ലാൻഡ് ഏരിയാസ്. അപ്പോൾ മക്കളെ പറയുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്നതും വരണ്ട വിശാലമായ ഭൂപ്രദേശത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതേപോലെ തന്നെ ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമി എന്ന് പറയുന്നത് കേട്ടോ. ഡെസേർട്ടിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. എന്തൊക്കെയാണ്, ഇതേപോലെ തന്നെ ഹോട്ട് ഡെസേർട്ട് എന്നും അതേപോലെ തന്നെ എന്താണ് കോൾഡ് ഡെസേർട്ട് എന്നും കേട്ടോ. അതായത് ഉഷ്ണമരുഭൂമികൾ എന്നും അല്ലേ, ഉഷ്ണമരുഭൂമി എന്നും അതുപോലെ തന്നെ ശീതമരുഭൂമികൾ എന്നും ചെയ്യുന്നുണ്ട് നമ്മൾ തരംതിരിക്കുന്നത് കേട്ടോ. ഉഷ്ണമരുഭൂമി പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ളതാണ് ഉഷ്ണമരുഭൂമികൾ. അതേപോലെ തന്നെ തണുപ്പൊക്കെയുള്ള ഡെസേർട്ടുകളുണ്ട്. അങ്ങനെയുള്ള ഡെസേർട്ടിന് നമ്മൾ എന്താണ്, ശീതമരുഭൂമികൾ അല്ലെങ്കിൽ കോൾഡ് ഡെസേർട്ട് എന്നും വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിച്ചോ, ഇതാണ് പ്ലെയിൻ റീജിയൻ ആണ്. പ്ലെയിൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് മക്കളെ, ഭയങ്കര നിരപ്പായിട്ടുള്ള സ്ഥലം. അതായത് നമുക്ക് കുന്നും മലകളും ഒന്നും കാണാൻ പറ്റില്ല, വളരെ നിരപ്പായ സ്ഥലം. ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ കുട്ടനാടൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടല്ലോ, ആലപ്പുഴയിലെ കുട്ടനാടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് പ്ലെയിൻ റീജിയൻ ആണ്. അവിടെ ഒന്നും കുന്നുകളൊന്നുമില്ല, പ്ലെയിൻ റീജിയൻ, നിരന്ന് കിടക്കുന്ന പാടങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ട് അവിടേക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് കൾട്ടിവേഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യക്കകത്തൊക്കെ ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ നടക്കുന്നത് എവിടെയാണ്, ഈ പ്ലെയിൻ റീജിയനിലാണ് അല്ലെങ്കിൽ സമതലങ്ങളിലാണ് കേട്ടോ. അപ്പോൾ എന്താണ് സമതലങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. മക്കളെ നോക്ക്, ലാൻഡ് ഏരിയാസ് ആർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആർ കോൾഡ് പ്ലെയിൻസ്. അപ്പോൾ നോക്ക്, ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സമതലങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. ഇപ്പോൾ പൊതുവെ വലഭൂയിഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇവിടെ മെയിനായിട്ട് നമുക്ക് എന്ത് കാണുന്നുണ്ട്, ഇതുപോലെ തന്നെ അലൂവിയൽ പ്ലെയിൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് ഒരുപാട് സെഡിമെന്റ്സുകളൊക്കെ ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് ഇതെന്താണ്, ഭയങ്കര ഫെർട്ടൈലാണ്, ഭയങ്കര ഫലഭൂയിഷ്ടമാണ് കേട്ടോ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടതാ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്തിനുള്ള കൃഷി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുട്ടനാട് ഒക്കെ തന്നെ ഇങ്ങനെയുള്ള പ്ലെയിൻ റീജിയൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മുടെ വയലേരിയകളൊക്കെ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ, വയലേരിയ കണ്ടിട്ടില്ലേ,
നമ്മുടെ നാട്ടിലുള്ള വയൽ, അതൊക്കെ പ്ലെയിൻ റീജിയനിൽ പെടുന്നതാണ് കേട്ടോ. കാരണം ഇങ്ങനെ നിരപ്പായി കിടക്കുന്ന സ്ഥലമായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ഇത് പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പീഠഭൂമിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പീഠഭൂമി. അപ്പൊ നോക്കണേ, അത് എന്താന്ന് പറയുന്നുണ്ട്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃതമായ ഭൂപ്രദേശത്തെയാണ് പീഠഭൂമി കേട്ടോ. ലാൻഡ് ഏരിയാസ് ആർ ഇലവേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ് റീജിയൻ ആൻഡ് ദ കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് സർഫേസ് ആർ കോൾഡ് പ്ലാറ്റ്യൂ. അപ്പൊ മക്കളെ, ഇതെന്താന്ന് പറയുക, ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നത്. നിങ്ങൾ നോക്കി കണ്ടോ, ഇവിടുത്തെ പ്രത്യേകം നോക്കണേ. ഈ ഒരു സ്ഥലത്തിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉയർന്ന സ്ഥലമാണ്, ഉയർന്ന സ്ഥലം. ഇനി അതിനുശേഷം ഒരു കുന്നുപോലൊരു ഭയങ്കര സംഭവം, എന്നിട്ട് അതിന്റെ മുകളിൽ എന്താണ്, ഒരു പ്ലെയിൻ റീജിയൻ കണ്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ പ്ലാറ്റ്യൂ എന്ന് വിളിക്കുക കേട്ടോ. ഈ ഒരു സ്ഥലത്ത് കണ്ടോ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മനുഷ്യന്മാർക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിൽക്കാം അല്ലെ. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ കുന്നിന്റെ ഏറ്റവും ടോപ്പിൽ ഇവിടെ നിൽക്കാം. കുന്ന് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയാൽ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ പീഠഭൂമിയാണ്. പീഠം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് സ്റ്റൂൾ അല്ലേ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റൂൾ എന്ന് പറയുന്നില്ലേ, ആ സ്റ്റൂളിന് ശരിക്കും വേറൊരു മലയാളത്തിൽ പറയുന്ന ഒരു വാക്കാണ് പീഠം എന്ന് പറയുന്നത്. പീഠം, അതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു സ്റ്റൂൾ പോലെയല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്ലേ, നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാം. നമ്മൾ ഇതൊരു സ്റ്റൂളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമല്ലോ. അതേപോലുള്ള സ്ഥലങ്ങളാണ് ആക്ച്വലി എന്ത്, ഈ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വളരെ ഉയർന്നിട്ടുള്ളത് അല്ലേ, ഉയർന്നിട്ടുള്ള സ്ഥലം. അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എന്തായിരിക്കും, ഫ്ലാറ്റ്, ഇതുപോലെ തന്നെ എന്തായിരിക്കും, ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും ഏറ്റവും ടോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെയുള്ള സ്ഥലം കേരളത്തിനകത്ത് ഇങ്ങനെയുള്ള സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി കേരളത്തിനകത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളില്ല കേട്ടോ. പ്ലാറ്റ്യൂ റീജിയൻസ് ഒന്നും ഇല്ല. നമ്മൾ പ്ലാറ്റ്യൂവിൻ്റെ ഒക്കെ പീഠഭൂമിയുടെ ഒക്കെ തന്നെ ഒരു അരികിലാണുള്ളത്, ഒരു സൈഡിലാണ് നമ്മളുള്ളത് കേട്ടോ. കേരള ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ളൊരു ഭാഗത്താണ് നമ്മളുള്ളത്. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കേരളത്തിൽ ആക്ച്വലി ഇത്തരത്തിലേക്കുള്ള ലാൻഡ് ഫോംസ് ഒന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ആലോചിച്ചോളം നമ്മൾ കണ്ടു പരിചയമില്ലാത്തൊരു സംഭവമാണ് ഇത് പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പീഠഭൂമികൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, റെഡി. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത മക്കളെ ശ്രദ്ധിച്ചോ. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ 3 എണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ. ഈ പറഞ്ഞ ഡെസേർട്ടിനെ കുറിച്ച് പറഞ്ഞു, പ്ലെയിൻ റീജിയനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ പ്ലാറ്റ്യൂവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കൾസെ നമുക്ക് ഇനി ഓരോന്നിന്റെ ആൻസർ പറഞ്ഞാലോ. ഇവിടെ നിങ്ങൾ നോക്ക്, ഹിമാലയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക് മക്കളെ, ഹിമാലയം. അപ്പോൾ ഹിമാലയം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും, ഹിമാലയം ഒരു മൗണ്ടെയിൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഹിമാലയം ഒരു മൗണ്ടെയിൻ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മഞ്ചൂറിയൻ, അതായത് നിങ്ങൾ നോക്കിക്കേ, ഹിമാലയം എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഹിമാലയം കേട്ടോ, ശ്രദ്ധിച്ച, ഇതാണ് ഹിമാലയം. അപ്പോൾ ഹിമാലയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു പ്ലാറ്റ്യൂ അല്ല, അതൊരു മൗണ്ടെയിൻ ആണ് കേട്ടോ. അതൊരു മൗണ്ടെയിൻ ആണ്, ഒരു പർവ്വതമാണ് ഹിമാലയം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അല്ലേ. അത് ഇതേപോലെ തന്നെ ഒരു ഡെസേർട്ട് റീജിയൻ അല്ല എന്നുള്ളത് നമുക്കറിയാം, ഒരു പ്ലെയിൻ റീജിയൻ അല്ല എന്നുള്ളത് അറിയാം അല്ലേ. സമതല പ്രദേശമൊന്നുമല്ല, അതൊരു മൗണ്ടെയിൻ ആണ് ഇത്, ഈ പറഞ്ഞ ഹിമാലയം. അങ്ങനെയാണെങ്കിൽ ഇതാ കുഞ്ഞുങ്ങളെ അടുത്ത് നോക്കണം. അടുത്തതാണ് മഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുള്ള സ്ഥലമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലെയിൻ റീജിയൻ ആണ്. മഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ റീജിയൻ ആണ്. പ്ലെയിൻ റീജിയൻ അല്ലെങ്കിൽ ഒരു സമതല പ്രദേശമാണ്. ഞാൻ ജസ്റ്റ് അതിന്റെ പിക്ചർ ഇതാണ് കണ്ടോ, ഒരു പ്ലെയിൻ റീജിയൻ, സമതല പ്രദേശം കണ്ടോ, ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇത് പ്ലെയിൻ റീജിയൻ. അതാണ് ഇത് പ്ലെയിൻ റീജിയൻ കേട്ടോ, സമതല പ്രദേശമാണ് ഇത് കേട്ടോ. ഓക്കെ, യെസ്, റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ മക്കളെ അടുത്തത് നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ താർ എന്ന് പറഞ്ഞാൽ എന്താണ്, താർ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഡെസേർട്ട് ആണ് എന്ന് മനസ്സിലാക്കി വെക്കും കേട്ടോ. ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമിയാണ് എന്ന് എന്ത് ചെയ്യാം മക്കൾ മനസ്സിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിമാലയം ഒരു പർവ്വതമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. മഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതൊരു സമതലമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. താർ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് ഒരു മരുഭൂമിയാണ് എന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡുള്ള കണ്ടന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്, പോയിന്റ്സുകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള തരത്തിലേക്ക് എന്താണ് ഓരോന്ന് കൃത്യമായിട്ട് ഓരോ കൺസെപ്റ്റുകളും ക്ലിയർ ആക്കി നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു തരും. അതിന് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ ഏറ്റവും കിടിലൻ ബാച്ച് ആയിട്ടുള്ള വജ്ര ബാച്ച് ഉള്ളത്. സോ ഇതുവരെ ട്യൂഷൻ ഒന്നും പോകാത്ത മക്കളുണ്ടെങ്കിൽ അറിയാലോ, 6ാം ക്ലാസ്സിലുള്ള ട്യൂഷനൊന്നും നാട്ടിൻ പ്രദേശത്തൊന്നും പല സ്ഥലങ്ങളിലും ഉണ്ടാവാറില്ല അല്ലേ. കാരണം എല്ലാ സ്കൂൾ ട്യൂഷൻ സെന്ററുകളും ഫോക്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും, മെയിൻലി 10ാം ക്ലാസ് ആയിരിക്കും അല്ലേ. 6ാം ക്ലാസ്സിനൊക്കെ ട്യൂഷനൊന്നും പല സ്ഥലങ്ങളിലും ഉണ്ടാവാറില്ല. സോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കുറഞ്ഞ റേറ്റിനകത്ത് സൈലത്തിന്റെ കിടിലൻ ബാച്ച് ആയിട്ടുള്ള വജ്ര ബാച്ച് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വജ്ര ബാച്ചിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ നോക്ക്, അതിൽ ഡെയിലി ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് തരും. അതിനനുസരിച്ചാണ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ആപ്പിനകത്ത് എന്തുണ്ടാവും, ഓൾറെഡി അവിടെ കിടക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ സമയത്ത് കാണാം. അതേപോലെ തന്നെ സ്ലൈഡ്സ്, നോട്ട്സ് ഒക്കെ ഉണ്ടാവും. ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് സ്ലൈഡ്സുകൾ, നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിനകത്ത് എന്തെങ്കിലും തരത്തിലേക്ക് നിങ്ങൾക്ക് ഹോംവർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സ്ലൈഡുകളും നോട്ട്സുകളും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം. അതേപോലെ തന്നെ PYQ ഡിസ്കഷൻസ് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്
അതുണ്ടാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളല്ലേ വേണ്ടത്, അതുണ്ടാവും. അതായത് ചാപ്റ്റർ വൈസ് എക്സാമുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന ആപ്പിന് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കണമെങ്കിൽ ഫാക്കൽറ്റീസിനോട് ചോദിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള കിടിലൻ ഓപ്ഷൻസുകളുള്ള ഫീച്ചേഴ്സുകളുള്ളതാണ് നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള വജ്ര ബാച്ച് എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട്. ആ ഓഫറിൽ മാക്സിമം എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാരും പർച്ചേസ് ചെയ്യുക, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന്, ഓണം എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു പോട്ടെ, നമുക്ക് മുൻപിലുള്ളത് ഏതാണ്? നമ്മുടെ ക്രിസ്മസ് എക്സാമാണ്. ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് നമുക്ക് പവറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വരണം മക്കളെ. സോ ഓൾ ദി ബെസ്റ്റ് എവരി വൺ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണേ. സോ ബായ് മക്കളെ, JC സാറാണ്. ബൈ.